അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഡബ്ല്യു മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാറി പ്രേക്ഷകർക്കും വലിയൊരു ഹാർദവമായിട്ടുള്ള സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ കൃപാസന വീഡിയോ ആണ്. അപ്പോൾ കൃപാസന വീഡിയോ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് വേഗം പോയിട്ട് സ്ക്രോൾ ചെയ്യാം. സോ അല്ലാത്തവർക്ക് നമുക്ക് സ്റ്റേ ചെയ്തുകൊണ്ട് വീഡിയോ എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ വേറെ ഒന്നുമല്ല, കൃപാസന സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് പേര് നമ്മൾ കൃപാസനത്തെ കുറിച്ച് ഡൗട്ട് ചോദിച്ചതിന്റെ ഒരു ഇതിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ. സോ കൃപാസനത്തിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് പാർക്കിംഗ് അവൈലബിൾ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ വസ്തുക്കൾ നമുക്ക് എവിടേക്കാണ് മേടിക്കാൻ കിട്ടുന്നത്, കൃപാസന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കാർഡ് കാര്യങ്ങളെല്ലാം മേടിക്കാൻ കിട്ടുന്നതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡബ്ല്യു മല്ലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ പോയി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാട്ടിനെ കുറിച്ചും അതുപോലെ റിവ്യൂസിനെ കുറിച്ചും യാത്രകളെ കുറിച്ചും ഫുഡിനെ കുറിച്ചും പിൽഗ്രിമേജിനെ കുറിച്ചും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുമാണ്. ഇഷ്ടപ്പെടുന്നവർ പോയിട്ട് ഈ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. സോ കൃപാസനത്തിന് പോകുന്ന സമയത്ത് നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൃപാസനത്തിന് പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് പാർക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് കാർ കൊണ്ടൊക്കെ പോകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ടൂ വീലർ കൊണ്ടൊക്കെ പോകുന്ന ആളുകൾക്ക് ഓഫ് കോഴ്സ് പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ വഴിപണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവിടെ ഹൈവേയുടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. സൈഡിലുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം അനാവശ്യമായിട്ടുള്ള പാർക്കിങ്ങുകൾ ഇപ്പോൾ കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് മാറ്റിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിന് കുറച്ച് വിസ്താരം കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട്, അതുപോലെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ട്. ഓഫ് കോഴ്സ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആണ് പല സ്ഥലങ്ങളിലും. അവിടെ ഇപ്പോൾ ടൂ വീലർ പാർക്ക് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൃപാസനത്തിൻ്റെ തന്നെ ഒരു സെൻറ്റർ അവിടെ ഉണ്ട് ആക്ച്വലി. സോ നമ്മൾ കൃപാസനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പള്ളിയും കാര്യങ്ങളും ഇരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ജസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് നമുക്ക് വരാൻ പറ്റും. അങ്ങനെ ആ ബ്രിഡ്ജിൻ്റെ ഒക്കെ ആ ഭാഗത്തായിട്ട് വരും. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലത് സൈഡിലേക്ക് പോകുമ്പം കൃപാസന പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെ വലത് സൈഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൃപാസന സെൻറ്ററിൽ തന്നെ നമുക്ക് ടൂ വീലർ പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫോർ വീലർ പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ടുണ്ട്. അപ്പം ആ ഒരു പാർക്കിംഗ് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാരണം അവിടെ നമുക്ക് കുറേ അധികം നേരം പാർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു വരുന്നവരെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ടൂ വീലർ ഒന്നും പാർക്ക് ചെയ്യുന്നതിനോട് പൈസ കാര്യങ്ങൾ നമുക്കൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടൂ വീലർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു കൃപാസനത്തിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് കുറവായിട്ടും പാർക്ക് ചെയ്യാം. അതോടനുബന്ധിച്ച് തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓവർ ബ്രിഡ്ജിന്റെ ആ ഭാഗങ്ങളൊക്കെ വരുന്ന ആ ഒരു ഇടമുണ്ട്, പണി നടക്കുന്ന ഇടം. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പം വലത് സൈഡിൽ തന്നെ ഇപ്പം ഈ ഇരിക്കുന്ന സെന്ററിന്റെ ഈ പള്ളിയുടെ വലത് സൈഡ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടൂ വീലറും ഫോർ വീലറും പാർക്ക് ചെയ്യാനുള്ള കൃപാസന സെന്ററിന്റെ ഭാഗത്ത് തന്നെയായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫോർ വീലർ ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ആ ഒരു പാർക്കിംഗ് നമുക്ക് പ്രയോജനപ്പെടുത്താം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയില്ലേ, ഇപ്പം സീസൺ ടൈം ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പേര് ആളുകളൊക്കെ വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഇടമാണ് ആ ഒരു ഇടം. അപ്പം അത്യാവശ്യം പാർക്കിംഗ് ഉള്ള ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അവിടെ നമുക്ക് കുറേ അധികം നേരം പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ടൂ വീലറും പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഇല്ല, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വഴിപണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആ സൈഡിൽ, പ്രത്യേകിച്ച് ക്ലാസ്സിലിരിക്കുന്ന സൈഡിലൊന്നും പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കുറച്ചുകൂടെ പുറകോട്ടോ മുമ്പോട്ടോ മാറിയെങ്കിൽ മാത്രമാണ് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പാർക്കിനെ കുറിച്ച് അവിടെ കറക്റ്റായിട്ട് കുറച്ചും കൂടെ അറിയാവുന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയാവുന്ന അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേകിച്ച് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇതിൻ്റെ കീഴിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കൃപാസന സംബന്ധമായിട്ടുള്ള ഒരു കാര്യം വേറെ ഒരു കാര്യം ചോദിച്ചതായിരുന്നു. നമ്മുടെ കൃപാസന സംബന്ധമായിട്ടുള്ള വിശുദ്ധ വസ്തുക്കളോ അല്ലെങ്കിൽ വെഞ്ചരിക്കാത്ത ആയിട്ടുള്ള കൃപാസന വസ്തുക്കളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് കൃപാസന സംബന്ധമായിട്ടുള്ള വിശുദ്ധമായ വസ്തുക്കളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ സെൻറ്ററുകളും ഓഫീസുകളും ക്യൂബിക്കിൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ചാപ്പലിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് കുറച്ച് ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പം അങ്ങനെ അവിടെ നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ വെഞ്ചരിക്കാത്ത വസ്തുക്കളും വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ പുറത്ത് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ മാതാവിൻ്റെ സ്റ്റാച്ചു ഇരുന്നതിൻ്റെ ആ ഭാഗത്ത് വലത് സൈഡാണ്. അവിടെയും കുറേ സെൻറ്ററുകളുണ്ട്. നമുക്ക് വെന്തിങ്ങ കൊന്ത, പുസ്തകങ്ങൾ, ബൈബിളുകൾ, എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാനായിട്ട് പറ്റും ആ സൈഡിൽ.
അവിടെ ഇഷ്ടം പോലെ നമുക്ക് സൗകര്യങ്ങളുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മേടിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. പിന്നെ വെഞ്ചരിക്കാത്ത ക്യാൻഡിൽസും വെഞ്ചരിച്ച ക്യാൻഡിൽസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കൃപാസന ഉടമ്പടിയോട് സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വിശദമായിട്ട് വസ്തുക്കളെല്ലാം കിട്ടുന്ന മറ്റേ സൈഡിലാണ്. നമ്മൾ പത്രവും ഒക്കെ മേടിക്കുന്ന ആ സൈഡിൽ തന്നെയാണ്. കാരണം ചാപ്പലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ആ എന്താ പറയുക, പൂച്ചെടിയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വലത് സൈഡ് അത്ഭുത കിണറൊക്കെ ഉള്ളതിൻ്റെ ആ സൈഡിൽ തന്നെ നമുക്ക് കുറേ ഓഫീസും കാര്യങ്ങളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ കൃപാസന ഉടമ്പടിയുടെ മികച്ച സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും. അപ്പം ആ ഒരു ഭാഗത്ത് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നേരത്തെ കുറച്ച് നാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അവധിക്ക് പോകുമ്പോഴല്ല, മുന്നേ അവധിക്ക് പോകുന്ന സമയത്തും അതുപോലെ അതിന് മുന്നേ ഒക്കെ പോകുന്ന സമയത്ത് കൃപാസന ചർച്ചിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കുറച്ച് ഷോപ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു കൊടയൊക്കെ വെച്ചിട്ട് സാധനങ്ങൾ വിൽക്കുന്ന കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെ മോതിരങ്ങൾ, കൃപാസന മോതിരങ്ങൾ, കൃപാസന വെഞ്ചരിക്കാത്ത കുറേ കാശുരൂപങ്ങൾ, വെഞ്ചരിക്കാത്ത തിരികൾ, പാട്ട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ, കൊന്ത എന്നിങ്ങനെ അങ്ങനെ എല്ലാ സർവ്വ സാധനം നമുക്ക് അവിടെ കിട്ടുമായിരുന്നു. മേശയിൽ വെക്കുന്ന ചെറിയ രൂപങ്ങൾ എല്ലാം നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം ആ സാധനം പൂർണ്ണമായിട്ടും നമ്മുടെ പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ നിന്ന് എൻട്രൻസിന്റെ അവിടെ നിന്ന് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല ആ ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ KSRTC ഒക്കെ കയറാൻ നിൽക്കുന്ന ആ സൈഡ് തന്നെ, ഇടത് സൈഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. അതൊഴിച്ച് പുറത്തുള്ള കടകളെല്ലാം പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് എന്തുകൊണ്ടാണ്, മീൻസ് റോഡ് പണിയുടെ ഭാഗമായിട്ടാണോ അതല്ലെങ്കിൽ അനധികൃതമായിട്ട് അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല. അത് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം അവിടെ കണ്ടില്ല സാധനങ്ങളൊന്നും. ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ മേടിക്കാനൊന്നും പറ്റിയില്ല അവിടെ നിന്ന്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ആ പുറത്ത് നേരത്തെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പൊ അത് ആ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷേ KSRTC നമ്മൾ ആ ജ്യൂസൊക്കെ വിൽക്കുന്നതിന്റെ ആ ഭാഗത്തായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ റോഡിന്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു 1-2 കടകൾ നമുക്കുണ്ട്. അവിടെ നമുക്ക് ഈ ചെറിയ ചെറിയ രൂപങ്ങള്, കൊന്ത, ടവലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഞങ്ങൾ ഒത്തിരി കളക്ഷൻസ് ഒന്നും ഇല്ല. പക്ഷെ നേരത്തെ നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ വന്ന കടകളിൽ നമുക്ക് ഇഷ്ടം പോലെ സെലക്ഷൻസും കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് അവൈലബിൾ അല്ല. ബട്ട് എങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. വലിയ കുഴപ്പമൊന്നും അല്ലാതെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉടമ്പടി സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഓഫീസ് വഴിയിട്ടാണ് എല്ലാ കാര്യങ്ങളും മേടിക്കുന്നത്. അപ്പം അത് നമുക്ക് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും, മേടിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട്. തിരികളൊക്കെ നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് നമുക്ക് വെഞ്ചരിക്കാത്ത തിരികളുണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ തന്നെ വെഞ്ചരിച്ച തിരികളും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ 2 കാര്യങ്ങളാണ്. പിന്നെ നമുക്കറിയാലോ, ഇപ്പം ഒരുപാട് പേര് കൃപാസനത്തിൽ പോയിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുന്ന സമയങ്ങളും അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അതൊക്കെ ഏതാണെന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർക്കിങ്ങിന്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ഒരുപാട് തിരക്കാന്നുണ്ടെങ്കിൽ ആ പരിസരത്തൊന്നും പാർക്കിംഗ് കിട്ടാൻ വഴിയില്ല. അപ്പം അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തതിനുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ബട്ട് ഞാൻ പോയ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ആക്ച്വലി. അതുപോലെ ഞാൻ അതുപോലെ വേറൊരാൾ സൂചിപ്പിച്ച പോലെ നമ്മൾ സമയം കൊണ്ട് എത്ര സമയം എടുക്കും എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നമ്മൾ ഡിപ്പെൻസ് ആയിട്ട് നമ്മൾ എപ്പോഴാണ് പോകുന്നതും അല്ലെങ്കിൽ എപ്പോൾ അവിടെ റീച്ച് ചെയ്യുന്നു. ഇപ്പം അവിടെയുള്ളവരല്ല ബസ്സിനൊക്കെ ദൂരെ നിന്ന് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ കൃപാസനത്തിൽ എത്തി കൃപാസനത്തിന്റെ എന്താ പറയുക, കൃപാസനം ആദ്യമായിട്ട് ഉടമ്പടിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്ഥാടന ഉടമ്പടികൾ ആദ്യമായിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ വന്ന് അവിടെ ഒരു 5:30, 5 മണി, 6 മണിയൊക്കെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ കാര്യങ്ങൾ ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടും അവിടെ. അപ്പം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ല നമ്മൾ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ചോദിച്ച വിവരങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. ഇനി അതല്ല, ഈ വീഡിയോയോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസമായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അറിവുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നമുക്ക് കമ്പാനികളിലൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ കൃപാസന മാതാവിന്റെ അനുഗ്രഹം എല്ലാ കൃപാസന ഭക്തകൾക്കും ഭക്തന്മാർക്കും കൃപാസന ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം കൃപാസനത്തിന്റെ കൃപാസന ഉടമ്പടി ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. അതിലേക്ക് ഉൾക്കൊള്ളാനും അതുപോലെ അതിൽ ജോയിൻ ചെയ്യാനും അതിൽ ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് ആളുകൾ ശ്രമിക്കുക. എല്ലാവർക്കും മാതാവിന്റെ അനുഗ്രഹം വലുതായിട്ടുണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു.